അമ്മമ്മയ്ക്ക് മാമനെയോ ജിതിനേട്ടനെയോ കൂട്ടി പോയാൽ പോരായിരുന്നോ? രാവിലെ തന്നെ അമ്മമ്മ അമ്പലത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന പിണക്കമാണ് നിലയ്ക്ക്. ഇടയ്ക്ക് അമ്പലത്തിൽ പോണതൊക്കെ നല്ലതാ നിലേ. അപ്പോൾ അമ്മമ്മയ്ക്ക് ചേച്ചിയെ കൂടി വിളിക്കായിരുന്നില്ലേ? നീയില്ലാത്തപ്പോൾ ഞാൻ അവളെ കൂട്ടിക്കൊള്ളാട്ടോ. അമ്പലത്തിൽ പോണതിലും അവളെ ചൊടിപ്പിച്ചത് നടന്നുള്ള പോക്കാണ്. ഒരു 15 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. നടന്നു പോകുന്നതാണ് അവർക്ക് ശീലം. പേര് കേട്ട ശിവക്ഷേത്രമാണ്. മുൻപ് ഒരു ദിവസം പോലും മുടങ്ങാതെ ക്ഷേത്രത്തിൽ പോയിരുന്ന ആളാണ് അമ്മമ്മ. മകളും മരുമകനും പോയതിൽ പിന്നെ ആ ശീലമങ്ങ് കളഞ്ഞു. പരിഭവമാണ് ദൈവത്തോട്. അങ്ങേയറ്റം വേദന നൽകിയ പരിഭവം. പിന്നെ ഈ ജന്മം ഈ വേദന അനുഭവിക്കണമെന്നാവും വിധിയെന്ന് സ്വയം സമാധാനിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ എന്തെങ്കിലും വിശേഷം വന്നാലോ കൊച്ചുമക്കൾക്ക് വേണ്ടിയോ മാത്രമാണ് ആ തിരുനടയിലേക്ക് അവർ പോകാറുള്ളൂ. നട അടയ്ക്കും നിളേ, വേഗം വാ. തുറന്ന വഴി തന്നെ നട അടയ്ക്കൊന്നുമില്ല. തർക്കിക്കാതെ നടക്ക് നീ. മടിച്ചു നടന്നവളുടെ കയ്യിൽ പിടിച്ച് അവർ വേഗം നടന്നു. ഇടവം പാതി കടന്നിട്ടും പെയ്യാൻ മടിച്ചു നിൽക്കുന്ന മഴ തലേന്നൊന്ന് എത്തി നോക്കി പോയിട്ടുണ്ട്. അതിൻ്റെ ഉണർവ് റോഡിന് ഇരുവശത്തുമുള്ള പുല്ലുകളിൽ കാണാം. അതിലൊക്കെ നോക്കിയാണ് നിളയുടെ നടപ്പ്. അങ്ങനെ വലിയ തിരക്കോ ബഹളമോ ഇല്ലാത്തൊരമ്പലം, എന്നാൽ വലുപ്പത്തിലും പ്രശസ്തിയിലും മുന്നിലാണ്. ഉത്സവക്കാലത്താണ് ഈ അമ്പലം ആളുകളെ കൊണ്ട് നിറയുക. അല്ലാത്ത ദിവസം ഇതുപോലെ ഇടയ്ക്കും തലയ്ക്കും ഓരോരുത്തർ വന്ന് തൊഴുതു പോകും. അമ്മമ്മ പുറത്തുനിന്ന് വഴിപാടുകൾ എഴുതിച്ച് കൂവളമാലയും കറുകമാലയും വാങ്ങി വരുന്നത് വരെ നില കൽവിളക്കിനടുത്ത് അതിലെത്ര തിരിയിടാൻ പറ്റുമെന്ന് എണ്ണിക്കൊണ്ടിരുന്നു. പിള്ളേരെപ്പോലെ വിരൽ വച്ച് എണ്ണിക്കൊണ്ടിരിക്കുന്നതിന് അമ്മമ്മയുടെ കയ്യിൽ നിന്ന് വഴക്കും കേട്ടാണ് അവൾ ഉള്ളിലേക്ക് കയറിയത്. അമ്മമ്മയ്ക്കൊപ്പം ഓരോ പ്രതിഷ്ഠയ്ക്ക് മുന്നിലും കൈകൂപ്പുമ്പോഴും അവൾക്ക് പ്രാർത്ഥിക്കാനുണ്ടായത് ജിതിൻ്റെയും നീലിമയുടെയും സന്തോഷം നിലനിർത്തണേ എന്ന് മാത്രമായിരുന്നു. അമ്മമ്മ തൊഴുതു വരാൻ പതിവിലും സമയമെടുത്തു. പ്രസാദത്തിനൊപ്പം പൂജാരി ജപിച്ചു നൽകിയ ചരട് നടക്കിൽ നിന്ന് തന്നെ അമ്മമ്മ അവളുടെ വലതു കൈയിൽ കെട്ടിക്കൊടുത്തു. ഇതിനാണല്ലേ എന്നെ വിളിച്ചോണ്ട് വന്നത്? അവൾ സ്വകാര്യം ചോദിച്ചു. മാറി നിൽക്കുന്നതല്ലേ അമ്മമ്മയുടെ ഒരു ധൈര്യത്തിന്. ആയിക്കോട്ടെ, നിലച്ചിരിയോടെ തലയാട്ടി. ഇരുവരും പ്രാർത്ഥനയോടെ തന്നെ തൊഴുതിറങ്ങി. രാവിലെ തന്നെ ഈ ചരട് കെട്ടാനാണോ നീ അച്ചമ്മയ്ക്കൊപ്പം അമ്പലത്തിൽ പോയത്? ജിതിൻ അവളുടെ കയ്യിൽ കെട്ടിയ ചരടിൽ വിരലിട്ടൊന്ന് കറക്കി. അമ്മമ്മേ! ചരട് വലിഞ്ഞ് മുറുക്കി വേദനിച്ചപ്പോൾ അവൾ ഒച്ച വെച്ചു. എന്താടാ, നിനക്ക് നല്ലോണം കളി കൂടുന്നുണ്ട്. അമ്മമ്മ അവനെ നോക്കി കനപ്പിച്ച് പറഞ്ഞിട്ട് കയറിപ്പോയി. ജിതിൻ അമ്പരന്ന് നിലയെ നോക്കി. ഒച്ച വയ്ക്കാൻ മാത്രം ഞാൻ വല്ലതും ചെയ്തോ? നിനക്കത്ര വേദനയെടുത്തോ? അവൾ ചിരിയോടെ ഇല്ലെന്ന് ചുമൽ കൂച്ചി. ജിതിനേട്ടന് 2 കിട്ടാൻ വേണ്ടി തന്നെ ഒച്ച വെച്ചതാ. അവനൊന്ന് അമ്മമ്മ പോയ വഴിയെ നോക്കി. ഞാൻ വന്നിട്ട് ലീവാക്കാതെ ഓഫീസിൽ പോകാനല്ലേ പ്ലാൻ? എന്തൊക്കെ വന്നാലും ലീവാക്കാതെ ചേച്ചി വരെ ഇന്ന് ലീവാക്കി. അവൾ ലീവോ? അവൾക്ക് ഇന്ന് എന്തോ മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. നമുക്ക് നാളെ പൊളിക്കാടി. ഇന്ന് ലീവാക്കാൻ പറ്റാത്തോണ്ടാ. ചേച്ചിക്ക് എന്നോട് സ്നേഹം ഉള്ളോണ്ട് മീറ്റിംഗ് ഒക്കെ ഒഴിവാക്കി. ജിതിനേട്ടനല്ലേലും എന്നെ ഇഷ്ടമില്ലല്ലോ. ആ നമ്പർ ഇവിടെ ചിലവാകില്ല നിലേ. ഒന്നാമത് നിന്നെ ആരും നിർബന്ധിച്ച് ഹോസ്റ്റലിലേക്ക് കൊണ്ടാക്കിയതല്ല. പിന്നെ എല്ലാ വീക്കും നീ ഇങ്ങോട്ട് തന്നെ വരില്ലേ? അതൊക്കെ വിട്. സ്നേഹത്തിൻ്റെ കണക്ക് നീ അങ്ങ് വല്ലാതെ പറയല്ലേ. ഈ നാടായ നാട് മുഴുവൻ കറങ്ങിത്തിരിഞ്ഞതും അടിച്ചു പൊളിച്ചതും ആരുടെ കൂടെയാ? പിന്നെ ഇപ്പോൾ എന്നെ ചീത്ത പറഞ്ഞു പോയ അമ്മമ്മ മുതൽ എല്ലാവരും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ആൺപിള്ളേർക്ക് എപ്പോഴും ഒരു കൂട്ടുകെട്ടുണ്ടാകും. എപ്പോഴും അവരുടെ കൂടെയാവും കറക്കമെന്നൊക്കെ. ഇവിടെ എനിക്ക് അങ്ങനെ പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഓർമ്മ വച്ച കാലം മുതൽ എൻ്റെ കൂട്ടിനു നീ മാത്രമായിരുന്നില്ലേ? നീ ഇല്ലാത്ത ഏതേലും പരിപാടിക്ക് ഞാൻ പോകാറുണ്ടോ? എന്നിട്ട് അവളുടെ ഒരു ഹോസ്റ്റലിൽ പോയി നിൽക്കൽ. ഞാൻ ലീവാക്കാത്തതാണ് അവളുടെ പ്രശ്നം. തമാശയ്ക്ക് പറഞ്ഞു തുടങ്ങിയതാണെങ്കിൽ കൂടി അവസാനമായപ്പോൾ അവൻ്റെ ശബ്ദമൊന്നു മാറി.
ദേഷ്യവും പരിഭവവും സങ്കടവും എല്ലാം കൂടി ഒന്ന് കുഴഞ്ഞു. നില വല്ലാതായിപ്പോയി. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു. ജിതിനേട്ടാ, ഞാൻ പോവാൻ റെഡിയായോ? ഞാൻ ലീവാക്കിയിട്ടോ. ഞങ്ങളൊന്ന് വീട്ടിലേക്ക് പോവാം. ഒന്ന് അടിച്ചു തുടച്ച് ക്ലീൻ ആക്കണം. ജിതിനേട്ട വൈകിട്ട് അങ്ങോട്ട് വായോ? നീലിമ അവർക്കിടയിലേക്ക് വന്നു. ജിതിൻ വേഗം പോകാനിറങ്ങി. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? നിങ്ങൾ തല്ലുകൂടിയോ? നീലിമ നിലയെ നോക്കി. നില ഒന്നും പറയാതെ ജിതിന് നേരെ തിരിഞ്ഞു. അവൻ സ്റ്റെപ്പിലിരുന്ന് ഷൂ ഇടുകയാണ്. ഒന്നുമില്ലടി, ഞാൻ അവളോട് ആരെയോ കുപ്പിയിലാക്കാനോ വളയ്ക്കാനോ പോകുന്നെന്ന് പറഞ്ഞില്ലേ, അതേക്കുറിച്ച് ചോദിച്ചതാണ്. നിലയെ, ഇതിനാണോ നീ ഹോസ്റ്റലിലേക്ക് പോയി നിൽക്കുന്നത്? അമ്മമ്മ അറിയേണ്ട, ചുമ്മാ കളിക്കാൻ നിൽക്കല്ലേ. നീലിമ അങ്കലാപ്പോടെ അവളെ നോക്കി. ഞാൻ വന്നിട്ട് നമുക്ക് കുടയാടി അവളെ. ജിതി ചിരിയോടെ നിലയെ നോക്കി നീലിമയോട് പറഞ്ഞു. നിലയുടെ സങ്കടമൊക്കെ പെട്ടെന്ന് മാഞ്ഞു. അവൾ ജിതിനെ നോക്കി പല്ല് കടിച്ചു. ഇന്ന് മുഴുവൻ നീലിമയുടെ ഉപദേശമാവുമെന്ന് അവൾക്കറിയാം. ജിതിൻ വേഗം ചിരിയൊതുക്കി കാറിലേക്ക് കയറി. ഇങ്ങോട്ട് തന്ന പണി ഡബിളായി തിരിച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ അവൻ സ്വയം പറഞ്ഞു ചിരിച്ചു. മോള് ജിത്തുവിൻ്റെ കൂടെ വന്നാ? സേതിയെ കണ്ടതും ബിന്ദു വേഗം കൈ കഴുകി കയറി വന്നു. പാപ്പൻ എന്തേ മേമേ? പ്രസാദേട്ടന് ജോലി ഉണ്ടടി. ആരാ, വൃന്ദയുണ്ടോ കൂടെ? അവർ സേതിയുടെ കൈ പിടിച്ച് ഹാളിലേക്ക് നടന്നു. ബിന്ദുവിനോടൊപ്പം നടക്കുമ്പോൾ സേതി തങ്ങളുടേതായിരുന്ന റൂമിലേക്ക് നോക്കി. അതടഞ്ഞു കിടപ്പാണ്. ഇവിടെ ഇപ്പോൾ സേതിയുടെ അച്ഛൻ്റെ അനിയൻ പ്രസന്നനും ഭാര്യ ബിന്ദുവും മകൻ വൈഷ്ണവുമാണ് താമസിക്കുന്നത്. സേതിയുടെ അവധിക്കാലം എല്ലാം ഇവർക്കൊപ്പമാണ്. ആ, ജിത്തു ഉണ്ടോ? ഞാൻ പറയാറില്ലേ നിന്നോട് കോളേജിൽ നിന്ന് വരുമ്പോൾ ഇവളെ കൂടി കൂട്ടണമെന്ന്? വിശ്വത്തൊന്ന് ചിരിച്ചു, മറുപടി പറയാതെ. വൃന്ദ എവിടെ? ചുറ്റുമൊന്ന് നോക്കിയിട്ട് അവർ തിരക്കി. അവൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്ത് പോയേക്കാ കുഞ്ഞാൻ്റി. വിശ്വജിത്താണ് മറുപടി നൽകിയത്. ഞാൻ എന്തേലും കഴിക്കാനെടുക്കാം, വാ സേതി. രണ്ടാളും അവരെ തടയാൻ നിന്നില്ല. നിന്നാലും കാര്യമില്ല. ആര് വന്നാലും സ്നേഹത്തോടെ വച്ചുണ്ടാക്കി കൊടുക്കാൻ അവർക്ക് വലിയ ഇഷ്ടമാണ്. മേമേ, കാര്യമായിട്ടൊന്നും വേണ്ടാട്ടോ, ഞങ്ങളെ പുട്ട് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ആണോ? എന്നാൽ ജ്യൂസ് എന്തേലും എടുക്കാം. പറയലും ആപ്പിളെടുത്ത് കഴുകി അരിഞ്ഞ് പാലൊഴിച്ച് അടിച്ചെടുക്കലുമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. 3 ക്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് വരുമ്പോൾ വിശ്വജിത്ത് വൈഷ്ണവിനോട് കാര്യമായി പഠിക്കുന്ന കാര്യം ചോദിക്കുന്നുണ്ട്. ഞാൻ ജിത്തുവിനോട് പറയാനിരിക്കായിരുന്നു, നീ വരുമ്പോൾ ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. 10ാം ക്ലാസ്സാണെന്ന് ഒരു വിചാരവുമില്ല, ഈ ഫോണിൽ കളി തന്നെയാണ്. വൈഷ്ണവ് ദയനീയമായി അമ്മയെ നോക്കി. കിംസിലല്ലേ ഇവൻ ട്യൂഷന് പോകുന്നത്? ഞാൻ നോക്കിക്കോളാം കുഞ്ഞാൻ്റി. ഒറ്റ വലിക്ക് ജ്യൂസും കുടിച്ച് സേതിയൊന്ന് നോക്കി അവൻ എണീറ്റു. വിശ്വജിത്ത് പോകാൻ എണീക്കുന്നത് കണ്ട് സേതി വേഗം ക്ലാസ് കാലിയാക്കി ടേബിളിൽ വെച്ചു. ഞാൻ ജിത്തേട്ടൻ്റെ കൂടെ പോയിട്ട് വരാട്ടോ മേമേ. രാത്രി ഇങ്ങോട്ട് വരില്ലേ മോളെ? ആ, ഞാനും വൃന്ദയും ഉണ്ടാവും. പോട്ടേടാ. വൈഷ്ണവിനോട് കൂടി പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് പുറത്തേക്കിറങ്ങി. വിശ്വജിത്ത് ബൈക്കിൽ കയറി ഇരിപ്പുണ്ട്. അവനടുത്തേക്ക് നടക്കും നേരം അവളുടെ നോട്ടം പറമ്പിനറ്റത്തേക്ക് പോയി. അച്ഛനെ ദഹിപ്പിച്ചിടും. അവിടെ ഉയർന്നു നിൽക്കുന്ന തെങ്ങ് അച്ഛനില്ലായ്മയുടെ കാലയളവ് അവളെ ഓർമ്മിപ്പിച്ചു. വിശ്വജിത്തിൻ്റെ നോട്ടവും അങ്ങോട്ട് തന്നെയായിരുന്നു. മാമൻ പോയിട്ട് 12 വർഷങ്ങൾ പിന്നിടുന്നു. തുടരും. സ്നേഹത്തോടെ, അഭിനവി.